Jovial Diamonds from the house of Thottathil Fashion Jewelry. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റത്. ഡിവൈഎസ്പിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന ഉറപ്പിന്മേൽ പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചു. ഡിസംബർ 10 നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നഗരത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി അടക്കമുള്ളവരെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പത്ത് പ്രതികളാണ് കേസിലുള്ളത്. പ്രതികൾ യാതൊരു ഭയവും കൂടാതെ പുറത്തിറങ്ങി നടക്കുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുവെന്ന് തെളിവ് സഹിതം ഉൾപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. പ്രതികളെ പിടികൂടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉള്ളത്. നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയുടെ ടൗണിൽ വെറുതെ നിന്നിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം നിരവധി പ്രവർത്തകരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇന്നേക്ക് 31 ദിവസമാണ്. ഇതുവരെ മൂവാറ്റുപുഴ പോലീസ് 326 സെക്ഷൻ ഇട്ട് കേസെടുത്തതല്ലാതെ യാതൊരുവിധ നടപടിയും അവരുടെ പേരിൽ എടുക്കാതെ ഞങ്ങളുടെ മുമ്പിലൂടെ ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ നടക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം പൈങ്ങോട്ടൂർ നടന്ന ഡിവൈഎഫ്ഐയുടെ മേഖലാ ജാഥ നയിച്ചത് ഇതിലെ 1-ാം പ്രതിയായ ജിതിൻ ബാബുവാണ്. ജിതിൻ ബാബു നിരവധിയായ കേസുകളുടെ പ്രതിയാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ പോത്താനിക്കാട് സ്റ്റേഷനിലും അതുപോലെ മൂവാറ്റുപുഴ സ്റ്റേഷനിലും നിലവിലുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ഇത്ര ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു കുത്തിയിരിപ്പ് സമരം, പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നത്. ഇതോടെ പുത്തൻകുരിശ് ഡിവൈഎസ്പി TB വിജയൻ പോലീസ് സ്റ്റേഷനിലെത്തി. തുടർന്ന് പ്രവർത്തകരുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട DSP ഇവിടെ വരികയും ഏറ്റവും 22-ാം തീയതിയാണ് അവർക്ക് അടുത്ത കേസ് പരിഗണനയിൽ വെച്ചിരിക്കുന്നത്. അതിനു മുൻപായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന 100% ഉറപ്പ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഉപരോധ സമരം അവസാനിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റിയും കോൺഗ്രസും ചേർന്ന് അതിശക്തമായ പ്രതിഷേധ സമരങ്ങളുമായിട്ട് ഈ മൂവാറ്റുപുഴ സ്റ്റേഷനിലേക്ക് കടന്നു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉടൻ തന്നെ പ്രതികളെ പിടിക്കുമെന്ന ഉറപ്പാണ് ഡിവൈഎസ്പി നൽകിയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ജോഷി, മുഹമ്മദ് റഫീഖ്, സമീർ കോണിക്കൽ, ഷെഫാൻ VS, MC വിനയൻ, മാഹിൻ അബൂബക്കർ, സഹീർ മേനാമറ്റം, അമൽ ബാബു, ജിക്കു താണിവീടൻ, സിജോ ജോൺ, ഷൗക്കത്ത് അലി മീരാൻ, അലി ഇലഞ്ഞായിൽ, മുഹമ്മദ് സാബിദ്, ജിഫിൻ രാജു, മനാഫ് ചാമക്കലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 6 ശനിയാഴ്ച മുതൽ ജനുവരി 8 തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാ അത്ഭുതം, ഗാന്ധി സ്ക്വയർ, മുനിസിപ്പൽ മൈതാനം, തൊടുപുഴ.